ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള 3 ഇലകൾ വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 3 ഇലകൾ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കൊതുകിനെ തുരത്താണെന്നുള്ള കൊതുകിനുള്ളൊരു മരുന്ന് ഉണ്ടാക്കണമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ശീമക്കൊന്ന ഇല എടുത്തിട്ടുണ്ട്, കുറച്ച് തുളസി എടുത്തിട്ടുണ്ട്, കുറച്ച് ഒരു 2 തണ്ട് കന്നിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ വെച്ചാൽ കുഴപ്പമില്ല, അതായാലും മതി. ശീമക്കൊന്ന ഇലയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഡപ്പയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് കവർ റെഡിയാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഡപ്പേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു കവർ കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഇല മാത്രമാക്കി എടുത്തിട്ടുണ്ട്. തണ്ടോടൊക്കെ ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ കയ്യും കൊണ്ട് നല്ലോണം ഞരടാണ്. ഞാൻ തുണിയിലിട്ടിട്ടുണ്ട് കേട്ടോ, തുണിയിലാണിത് വിരുത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിലത്തെ മഴ പെയ്ത സമയമല്ലേ, അപ്പോൾ അതിലത്തെ വെള്ളം ഇത്തിരിയൊക്കെ അങ്ങോട്ട് എന്താ പറയുക തുണിയിൽ ഇത് തുണി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത്തിരി ഒന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്, വല്ലാതെ മാറൊന്നും വേണ്ട. അപ്പോൾ കയ്യും കൊണ്ട് നല്ലോണം ഞരടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് മരുന്നെന്ന് പറയാനൊന്നുമില്ല, പക്ഷേ നമ്മൾ കുറേ പേർക്ക് അറിയാത്തൊരു സംഗതിയാണ് കേട്ടോ. അതുകൊണ്ടാണത് പിന്നെ നമ്മൾ പരീക്ഷിച്ചറിയണത് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പരീക്ഷിച്ചറിഞ്ഞു കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ കൃത്യമായിട്ട് അത് റിസൾട്ട് കിട്ടിയെന്ന് കണ്ടപ്പം മാത്രമാണ് വീഡിയോ ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് 3 കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം ഞരടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശീമക്കൊന്ന ഇല പല എന്താ പറയുക, നമ്മുടെ നെല്ലിനായാലും ചെടികൾക്കായാലും ഏറ്റവും നല്ല വളമാണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെടികൾക്കൊക്കെ, പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കൊക്കെ ആയാലും പുഴുക്കേടൊന്നുമില്ലാത്ത ഇലയൊക്കെ ആയിട്ട് നല്ല ശക്തിയോടെ വളരും കേട്ടോ ശീമക്കൊന്ന ഇല ഇട്ടാൽ. അപ്പോൾ ഞാനിത് 3 കൂടി ഇങ്ങനെ കൈ കൊണ്ട് ഞരടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തേക്ക് അങ്ങനെ ഇടുകയാണ്. ഇത് അരച്ചിട്ട് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യാവാണെങ്കിൽ, പക്ഷെ അത് നമുക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതെന്താ വെച്ചാൽ ഈ തുളസി മാത്രമായിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഞരടിയിട്ട് കമ്പോട് കൂടി പൊട്ടിച്ചിട്ട് മേശപ്പുറത്തൊക്കെ കൊടുന്ന് വെച്ചാലും കുറച്ചൊക്കെ ഫലമാണ് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിരുന്നത്. ഈ ഒരു മാർഗ്ഗം ഞാനത് ആദ്യമായിട്ടാണ് പരീക്ഷിച്ച് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 3 കൂടി പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഞാനിതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ആ ഡപ്പയിലിട്ടേക്കുന്നുണ്ട്. ഡപ്പയിലിട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തുണിയിൽ കണ്ടില്ല അതിൻ്റെ ഈർപ്പൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ മടക്കിയിട്ട് കുപ്പിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വയ്ക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഒരു പകലൊക്കെ നമ്മളങ്ങോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് സന്ധ്യാസമയത്തല്ലേ ഇപ്പോൾ കൊതുകിൻ്റെ ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാവുക, അപ്പോഴാണ് ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കണുള്ളൂ. പിന്നെ ഈച്ച, പല്ലി, കൊതുക് ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഗുണമായിട്ട് കണ്ടത്. കൂറ അങ്ങനത്തേനൊക്കെ കേട്ടോ. കാരണം ഇതിൻ്റെ മണം നമുക്കൊരു എന്താ പറയുക, ഒരു അത്ര പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം തുളസീൻ്റെ ഇല, കന്നിക്കൂർക്കയുടെ ഇല, ശീമക്കൊന്ന ഇല, വേറെ ഇലകളൊന്നുമില്ലല്ലോ. നല്ല ഇത് മണമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് പിന്നെ അത് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് അറിയൂല. പക്ഷേ ചെറിയ പ്രാണികൾക്ക് അങ്ങനെയല്ല, ഇതൊരു രൂക്ഷഗന്ധമായിട്ടാണ് അവർക്കത് അനുഭവപ്പെടുക. അപ്പോൾ ഞാനിതൊരു സന്ധ്യാസമയത്ത് ഞാനിങ്ങനെ പുറത്തേക്ക് എടുത്ത്, അപ്പോൾ കണ്ടില്ലേ ചെറിയൊരു നനവും ഉണ്ടാവും കൊണ്ട് കൈ കൊണ്ട് നല്ല ഞെരടിയും കൊണ്ട് അത് നല്ലൊരു മണം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ തുറന്നപ്പോൾ. പിന്നെ അത് ഞാൻ റൂമിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആ കവറിൻ്റെ മുകളിലത്തെ ഭാഗം താഴ്ത്തി ഇത് ഇലയൊക്കെ ഒന്ന് മുകളിലേക്ക് വരുന്ന വിധത്തിൽ അങ്ങോട്ടാക്കി വെക്കുകയാണ് കേട്ടോ ഓരോ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഞാനത് എനിക്ക് നല്ലൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു സംഗതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഈ അമേരിക്കയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കന്നുകാലികളുടെ മേത്തൊക്കെ അരച്ചിട്ട് തേച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ചാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, താങ്ക് യു.